ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടേബിൾ മാനേഴ്സ് അല്ലെങ്കിൽ ടിഷ് എറ്റിക്കറ്റ്. ജർമ്മൻ ഭാഷയിൽ ടിഷ് സിറ്റൻ, ടിഷ് മനിയറൻ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം പങ്ക്ച്വാലിറ്റിയാണ്, സമയത്തിന് ചെല്ലുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെന്ന് ഇരിക്കുന്ന ഒരു രീതി നോക്കണം. നമ്മുടെ കൈ മേശയിൽ ഉണ്ടായിരിക്കണം, എന്നാൽ കൈമുട്ട് മേശപ്പുറത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചൊന്നൊരു കുഴപ്പമില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം. അടുത്തത് നമ്മൾ ഇരിക്കുന്ന രീതിയാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ മേശയുടെ ചുറ്റും ഇരിക്കേണ്ടത്. അതുപോലെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം സെർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ആരെങ്കിലും സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് സെർവ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങരുത്. അടുത്തത് ഫോർക്ക് നൈഫും വയ്ക്കുന്നത്. നൈഫ് റൈറ്റ് സൈഡിലും ഫോർക്ക് ലെഫ്റ്റ് സൈഡിലും. അടുത്തത് ഭക്ഷണം വായിലുണ്ടെങ്കിൽ സംസാരിക്കുന്നത് വളരെ ഡിസ്കസ്റ്റിംഗ് ആണ്. വായിൽ ഭക്ഷണം ഉള്ളപ്പോൾ ഒരിക്കലും സംസാരിക്കരുത്. അതുപോലെ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമ്പോഴോ ആയാലും നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത്. കണ്ണിലേക്ക് നോക്കി. ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് തന്നിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു താങ്ക് യു ഫോർ യൻ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ദാങ്ക ഫ്യൂരി ഐൻ ലാഡു. അത് പറഞ്ഞിട്ട് നമ്മൾ പ്രോസ്റ്റ് അല്ലെങ്കിൽ ചിയേഴ്സ് എന്ന് പറയും. അപ്പോൾ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് ചിയേഴ്സ് പറയുന്നത്. അതുപോലെ ഭക്ഷണം സെർവ് ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് കഴിക്കണം. വേറെ എന്തെങ്കിലും പണി ചെയ്യാനോ ഫോൺ ചെയ്യാനോ പോകരുത്. നമ്മൾ അവരുടെ കൂടെ ആ ക്വാളിറ്റി ടൈം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ കിട്ടുവാണെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ ബ്രെഡ് സ്പ്രെഡ് തേച്ചിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ വായിൽ കൊള്ളുന്ന അത്രയും ചെറുതായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്നു. പക്ഷേ ജർമ്മൻ ബ്രെഡ് ബ്രോച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, റൗണ്ടായിട്ട് ഹാംബർഗറൊക്കെ പോലെയുള്ള. അതൊക്കെ നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ കഴിക്കാവുന്നതാണ്. എന്നാൽ പരന്ന ബ്രെഡ് കഴിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിക്കുന്നതാണ് മര്യാദ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ TV ഓൺ ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് ഒച്ചയിൽ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഇംപൊളൈറ്റാണ്. പിന്നെ ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് ചെയ്യാൻ പാടില്ല. അത് ടൂത്ത് പിക്ക് അഥവാ പല്ല് കുത്തി ഉപയോഗിക്കുന്നത്. ടോയ്ലറ്റിൽ പോയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യം വളരെ ശബ്ദത്തോടുകൂടി ചവച്ചരയ്ക്കുന്നത്, സ്നാക്ക് ചെയ്യാന്ന് പറയും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പോ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഒരു ജാതി സ്വരം ഉണ്ടാവില്ല, സ്ലർപ്പ് ചെയ്യാന്ന് പറയും. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് വളരെ ഡിസ്കസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെയാണ് ഏമ്പക്കം വിടുന്നത്. കുഞ്ഞു കുട്ടികൾ ബർപ്പ് ചെയ്യുന്നത് കുഴപ്പമില്ല. മുതിർന്ന ആളുകൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ബർപ്പ് ചെയ്യുന്നത് ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യുന്ന കാര്യമല്ല, വളരെ ഡിസ്കസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കാവൂ. ആ ഭക്ഷണം കഴിച്ചത് പ്ലേറ്റ് കാലിയാക്കിയിട്ട് പോകുക. ഇവിടെ കൊച്ചുകുട്ടികളെ ചെറിയ പ്രായത്തിൽ തുടങ്ങി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. എടുത്ത ഭക്ഷണം കഴിച്ച് തീർത്തിട്ടേ